കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കാനും സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന വിവിധ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനും അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ശ്രമിക്കുന്നവരുടെ കയ്യിലെ പുതിയൊരു ആയുധമായിരിക്കുകയാണ് സംവരണേതര വിഭാഗങ്ങൾക്കുള്ള സംവരണമായ EWS. സംവരണേതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ജോലിക്കും വിദ്യാഭ്യാസത്തിനും മാനദണ്ഡങ്ങൾക്ക് വിധേയമായി 10% സംവരണം ഏർപ്പെടുത്തി 103ാം ഭരണഘടനാ ഭേദഗതി ഉണ്ടായതു മുതൽ ചിലർ ബോധപൂർവ്വം തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ EWS സംവരണക്കാർ എന്തോ വലിയ നേട്ടമുണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണമാണ് ഉത്തരവാദിത്തപ്പെട്ട ചിലരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നത്. EWS സംവരണം വന്നതുകൊണ്ട് പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണ ആനുകൂല്യങ്ങളിൽ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കുന്നവരുടെ ലക്ഷ്യം മറ്റെന്തോ ആണെന്ന് ന്യായമായും സംശയിക്കാം. കേരളത്തിന്റെ സാമൂഹികാവസ്ഥയിൽ പിന്നാക്ക സംവരണത്തിന് അർഹതയുള്ളവരും EWS സംവരണത്തിന് അർഹതയുള്ളവരും തമ്മിൽ താരതമ്യം ചെയ്താൽ അന്തരത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാം. 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള മുസ്ലിം, ഈഴവ അടക്കമുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് മറ്റ് നിബന്ധനകളൊന്നുമില്ലാതെ സംവരണം കിട്ടും. അവർക്ക് മാർക്കിലും വയസ്സിലും എല്ലാ ഇളവുണ്ട്. ആഡംബര വീടോ വാഹനങ്ങളോ ഭൂമിയോ ഒന്നും തടസ്സമല്ല. എന്നാൽ EWS വിഭാഗങ്ങൾക്ക് സംസ്ഥാനത്ത് സംവരണത്തിന് വരുമാന പരിധി 4 ലക്ഷം രൂപയാണ്. കൂടാതെ കൃഷിഭൂമി അടക്കം പരിധിയുമുണ്ട്. മാർക്കിലോ വയസ്സിലോ ഒരിളവുമില്ല. ഈ 2 വിഭാഗങ്ങളിൽ ആരുടെ ജീവിത സാഹചര്യമാണ് പരിതാപകരമെന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർക്ക് ബോധ്യമാകും. മുസ്ലിം, ഈഴവ അടക്കമുള്ള മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ കേരളത്തിൽ ജാതി വിവേചനമോ അവഗണനയോ അനുഭവിക്കുന്നുണ്ടോ? ഈ വിഭാഗങ്ങളിലെ എത്രയോ സമ്പന്ന കുടുംബങ്ങളിലെ കുട്ടികളാണ് സംവരണാനുകൂല്യം പറ്റുന്നത്. ക്രൈസ്തവ, നായർ തുടങ്ങി സംവരണമില്ലാത്ത വിഭാഗത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ അതിദരിദ്രരായ എത്രയോ കുടുംബങ്ങളിലെ കുട്ടികളാണ് ഗത്യന്തരമില്ലാതെ അലയുന്നത്. മറ്റൊരു മതത്തിനുമില്ലാത്ത സംവരണാനുകൂല്യമാണ് കേരളത്തിൽ ഇസ്ലാം മതവിഭാഗത്തിന് ലഭിക്കുന്നത്. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളി റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്. ഇത്തരത്തിലുള്ള സംവരണത്തിലെ അനീതി ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്തവരാണ് അതിദരിദ്രരായ EWS വിഭാഗത്തെ ആക്ഷേപിക്കുന്നത്. EWSൽ വിവിധ മതവിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. കേരളത്തിൽ മുസ്ലിം, ഈഴവ വിഭാഗങ്ങൾ സംവരണത്തിലൂടെ വലിയ സാമൂഹിക മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പ്രൊഫഷണൽ കോളേജുകളിലെയും വിവിധ സർക്കാർ സർവീസുകളിലെയും അവസ്ഥ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ മുന്നേറ്റമാണ് ഈ വർഷത്തെ സംസ്ഥാന മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന ലിസ്റ്റിലും വ്യക്തമാവുന്നത്. സംസ്ഥാനത്തെ മെഡിക്കൽ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റിൽ മുസ്ലിം വിഭാഗത്തിന്റെ കട്ട് ഓഫ് റാങ്ക് 916 ആകുമ്പോൾ EWSകാരുടേത് 2842 ആണ്. ഈ ലിസ്റ്റിൽ 387 മുസ്ലിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈഴവ വിഭാഗത്തിന്റെ കട്ട് ഓഫ് 1627 ആണ്. 228 പേർ ഉൾപ്പെടുന്നു. EWS വിഭാഗത്തിൽ നിന്ന് 163 പേർ മാത്രമാണ് ഉൾപ്പെടുന്നത്. പട്ടികജാതിക്കാരുടെ കട്ട് ഓഫ് റാങ്ക് 14160 ഉൾപ്പെട്ടവരുടെ എണ്ണം 200 പട്ടികവർഗത്തിൻ്റെത് യഥാക്രമം 24188 33 ഈ അവസ്ഥ കൂടി പരിഗണിച്ചു നോക്കുമ്പോഴാണ് EWS വിഭാഗത്തിന്റെ പിന്നാക്കാവസ്ഥ കൂടുതൽ വ്യക്തമാകുന്നത്. സംവരണത്തിന്റെ ആനുകൂല്യത്തിൽ പുരോഗതി കൈവരിച്ച വിഭാഗങ്ങൾക്ക് സംവരണം തുടരുന്നത് സമൂഹത്തിൽ വലിയ വിടവ് സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിന് ഒന്നാകെ സംവരണം ലഭ്യമാവുമ്പോൾ ഇത്തരമൊരവസ്ഥ സാമൂഹിക സന്തുലിതാവസ്ഥയെ അപകടത്തിലാക്കും. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. കേരളത്തിൽ നിന്ന് യുവജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കടക്കം കുടിയേറുന്നത് സംവരണത്തിന്റെ പരിണിത ഫലമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ വളർച്ചയ്ക്കും അധസ്ഥിതരടക്കമുള്ള പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും വലിയ സംഭാവനകൾ നൽകിയ സമുദായങ്ങളെ അവഗണിക്കുന്നതും അനാവശ്യമായി പ്രതിസ്ഥാനത്ത് നിർത്തുന്നതും നെറുകേടാണ്. കേരളത്തിന്റെ പൊതുസമൂഹവും രാഷ്ട്രീയ നേതൃത്വവും ഇക്കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കണം. വിടുവായുത്തം പറയുന്നവരെ നിലയ്ക്ക് നിർത്താൻ രാഷ്ട്രീയ നേതൃത്വം ഇച്ഛാശക്തി കാട്ടണം. കേവലം 10 വോട്ടിനു വേണ്ടി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത്.